അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. ഞാൻ അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട് പറയട്ടെ. അത് തന്നെ. അറിയാലോ ആരാന്ന്. ആ എല്ലാവർക്കും ആ അമ്മയും ഋതുട്ടനെയും നന്നായി നോക്കണേ മോനെ. മക്കൾ എങ്ങോട്ടാണ്? ഇതൊക്കെ ആരാ സെലക്ട് ചെയ്ത? അടുത്ത കിച്ചുവിൻ്റെ ഇൻസ്പയർഡ് പേഴ്സൺ. പേര് മീന്ന് കിടക്കുന്നത്. ആരാണ് കിച്ചുവിൻ്റെ ഇൻസ്പയർഡ് പേഴ്സൺ? എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ അച്ഛനെ കണ്ടാ വളർന്നത്. അച്ഛൻ തന്നെയാണ് ഇൻസ്പയർഡ് പേഴ്സൺ. എല്ലാവർക്കും ആൺപിള്ളേരാണെങ്കിൽ എല്ലാവർക്കും റോൾ മോഡൽ അച്ഛൻ തന്നെ. പെൺപിള്ളേർക്കല്ലേ അച്ഛനോട് ഒരു അങ്ങനല്ല. പെൺപിള്ളേര് പിന്നെ അച്ഛൻ്റെ അടുത്തായിരിക്കും സ്നേഹം കൂടുതൽ. പക്ഷെ ആൺപിള്ളേര് സ്നേഹം പ്രകടിപ്പിച്ചില്ലെങ്കിലും ഇപ്പൊ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഏത് വീട്ടിൽ ചെന്നാലും ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾ വരിക ഇതിന്റെ അച്ഛനെ പോലെ അങ്ങനെ പറയത്തുള്ളൂ. അവന്റെ രീതിയും കാര്യങ്ങളും എല്ലാം അവന്റെ അച്ഛനെ പോലെ ആയിരിക്കും. കാരണം അവൻ കൊച്ചിലെ തൊട്ട്, അതായത് അവനെ കൈപിടിച്ച് നടത്തുന്ന അവന്റെ അച്ഛനായിരിക്കും. മീൻസ് എല്ലാവരുടെ അച്ഛനായിരിക്കും. ഏഞ്ചൽസാ. ഹായ് മോനെ, സുഖമാണോ? മോൻ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി നല്ലവണ്ണം മുന്നോട്ട് വരുവാൻ ദൈവം സഹായിക്കട്ടെ. ഫാനില്ലാത്തോണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. രാവിലെ ഒരു മൈക്കില്ല, നമുക്ക് മൈക്കൊക്കെ സെറ്റ് ചെയ്യണം. അതിന്റെ കുറച്ച് ഫോൾട്ടൊക്കെ കാണും ശബ്ദത്തിന്റെ. ചെറിയ അടഞ്ഞ സൗണ്ട് ആണെങ്കിലും പ്ലീസ്. അതാണ് മൈക്കെല്ലാം വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കും. ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതാ മൈക്കൊന്നും അങ്ങനെയുള്ള ഇതായിട്ടില്ല. നിങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യും. നമുക്കെല്ലാം സെറ്റ് ചെയ്യാം. നമുക്ക് ഇത് ഇനി നാളെ ഒരു ടൈമിൽ അല്ല ഞാൻ ഒരു കാര്യം കേട്ടെ. ഇപ്പൊ ഇവനെ അല്ലാതെ ഒരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് നാളായിട്ട് ചിന്തിക്കും ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവൻ വലിയതൊന്നും പറയുന്നില്ല. നമ്മൾ മറ്റേ പോഡ്കാസ്റ്റ് പോലത്തെ സെറ്റപ്പ് തുടങ്ങിയ എന്തായിരിക്കും അഭിപ്രായം? അതും കൂടെ കമന്റ് ചെയ്യണേ. പോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ വലിയ സീരിയസ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഇവൻ തന്നെ ഡെയിലി വ്ളോഗ് എടുക്കാൻ പിന്നെ മടിയാ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ഇപ്പോൾ പോഡ്കാസ്റ്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഞങ്ങളെ കൂട്ടുകാരായാലും എല്ലാവരും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടോക്കും കാര്യങ്ങളും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഞങ്ങളെ പൊട്ടത്തരങ്ങൾ. ഞങ്ങൾ ചിലപ്പം പോഡ്കാസ്റ്റ് പല മണ്ടത്തരം പറയാം. ആ മണ്ടത്തരെല്ലാം നിങ്ങൾ ഓക്കെ. രാഹുൽ ദാസ് എസ്. ശ്രുതി ലക്ഷ്മി, ഹായ് കിച്ചു, സുഖമാണോ? എനിക്ക് ചോദിക്കാനുള്ളത് എപ്പോഴെങ്കിലും ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലേസ്. ആഗ്രഹിച്ചിട്ടുള്ള പ്ലേസോ? യാ, അതായത് നീ എന്താ പോവാനായിട്ട്? എടാ നമ്മളിപ്പം നമ്മൾ മുമ്പായാലും നമ്മൾ ചെറിയ ട്രിപ്പ് പോകുമ്പോഴേ നമ്മൾ പറയത്തില്ലേ എടാ ഒരു ദിവസം നമ്മൾ ഇന്നാള് ലാസ്റ്റ് ഗോവയിൽ പോയപ്പോൾ നമ്മൾ പറയില്ലേ അടുത്ത കസോളി പോകണം. അങ്ങനെ അതായത് നമ്മൾ കുറെ ആഗ്രഹിച്ചു. എനിക്ക് എല്ലായിടത്തും പോകണമെന്നുണ്ട്. ട്രാവൽ കിട്ടില്ല. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടം. പുതിയ കൾച്ചേഴ്സ്, പുതിയ പീപ്പിൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ള. ഓരോന്ന് പഠിക്കാനാ പറ്റുന്നു. പിന്നെ പൈസ ഒന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ രീതിയിൽ പോകുന്നു. നമ്മൾ ഗോവയ്ക്ക് അപ്പോൾ ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. എല്ലാം നമുക്ക് ആ ടൈമിലുണ്ടായ പൊളിച്ചാൽ ഞങ്ങൾ കിടിലായിരുന്നു ഗോവയിൽ. ന്യൂ ഇയറിന് ഗോവയിലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഗോവ